ചങ്ങലകളിലെ കണ്ണികളെ സൃഷ്ടിച്ച് ക്യാമ്പസുകളിൽ ലഹരി മാഫിയ പിടിമുറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ക്യാമ്പസാണ് ലഹരി എന്ന സന്ദേശത്തിൽ കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടെ പഠിക്കുന്ന കുട്ടികളെ സ്വന്തം കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃകാചിത്തനായി ജീവൻ രചിച്ചോരെ മാതൃകയായിട്ട് സ്വീകരിച്ചും സത്യവും ധർമ്മവും നീതിയും. കാമ്പസാണ് ലഹരി എന്ന സന്ദേശത്തിലാണ് കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ സമാപനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നിയമസഭയിലും പുറത്തും അതിശക്തമായി അതിനെതിരായി പോരാടുകയാണ്. ശക്തമായ എൻഫോഴ്സ്മെന്റ് ഒരു വശത്ത് വേണം. ഞങ്ങൾ പറഞ്ഞു എക്സൈസും പോലീസും ഒക്കെ ബോധവൽക്കരണ പരിപാടിയൊന്നും വേണം. ബോധവൽക്കരണ പരിപാടി നടത്താൻ ഇതുപോലുള്ള പ്രസ്താവന അവർ പോയി ആളെ പിടിക്കട്ടെ, ഇതാരാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നറിയട്ടെ, അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് പിടിക്കട്ടെ, നമുക്കിത് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും. കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരി മരുന്നിനെതിരായിട്ടുള്ള നമ്മുടെ പ്രതിരോധം തീർക്കണം. ഇവിടെയുള്ള ഒരു മനോഹരമായ മുദ്രാവാക്യമാണ് ക്യാമ്പസാണ് ലഹരി എന്നത്. ക്യാമ്പസിൽ എന്താ പ്രത്യേകത? ക്യാമ്പസിൽ എന്താ കിട്ടുന്നത്? നമ്മൾ വരുമ്പോൾ അറിവാണ് ലഹരി. യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണം, ഇൻ സെർച്ച് ഓഫ് നോളജ്, അതാകണം നമ്മുടെ ലഹരി. അതിനോടാകണം നമ്മുടെ അഡിക്ഷൻ. അറിവ്, നമുക്കിഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവും. നമുക്കിഷ്ടമുള്ള സബ്ജക്റ്റിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കണം, ഏറ്റവും കൂടുതൽ അറിവുകൾ നേടണം എന്ന് നമ്മൾ വിചാരിക്കും. ചങ്ങലകളിലെ കണ്ണികളെ സൃഷ്ടിച്ച് കാമ്പസുകളിൽ ലഹരി മാഫിയ പിടിമുറുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാർച്ചിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. സ്കൂൾ രക്ഷാധികാരി പി.എ. അൻസാരി അധ്യക്ഷത വഹിച്ചു. ഹക്കീം പാണാവല്ലി മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം മിനി ക്ലിനിക്കിന്റെയും ഫസ്റ്റ് എയ്ഡ് സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ, മാനേജർ H. സിയാദ, പ്രിൻസിപ്പൽ സിബിച്ചൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.